നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ചില സ്ഥലത്തൊക്കെ മഴയൊക്കെ നല്ല കടുപ്പത്തിലുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ന്യൂസിലൊക്കെ കാണാറുണ്ട്. ആലപ്പുഴ ഭാഗത്ത് അവിടെ എവിടേക്കോ കാണാറുണ്ട് വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ. ഇപ്പം തന്നെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ അത്ര കഠിനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ നല്ല നിർത്താതെയുള്ള മഴയാവും. അപ്പോഴൊക്കെ എന്താവും എന്തോന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ചെറിയൊരു ഒരു വാട്ടൈ കുക്കിങ്ങിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഒരു റെസിപ്പിയും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ. ഇതിപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെയുള്ള ബിരിയാണി പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചട്ടി ഈ ചിക്കൻ പൊരിച്ച ചട്ടിയിൽ തന്നെ ആയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കണം. ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇട്ടിക്കണമെന്ന് പറയണില്ല. കാരണം നമ്മൾ ബിരിയാണി ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. എല്ലാവരും വീട്ടിൽ എപ്പോഴും വെക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇടണമെന്ന് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഇനി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി നമ്മൾ ചൂടോടെ കഴിക്കാൻ അതൊരു പ്രത്യേക ഫീലാണല്ലോ. ഇപ്പോൾ എന്തെങ്കിലും പൊരിച്ച ഐറ്റംസ് ആയാലും എന്തായാലും ഉണ്ടാക്കി കഴിക്കാൻ മടിയാണ്. കഴിക്കാൻ ഇഷ്ടമാണ്, ഉണ്ടാക്കാനുള്ളൊരു മടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മസാലയൊക്കെ അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുന്നത്. നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്മാവായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്മാവിക്ക് മീൻകറിയും ഇതുണ്ടായിരുന്നു. ഉപ്മാവിക്ക് മീൻകറിയാണ് ഒന്നും കൂടിയും ബെറ്റർ. പക്ഷെ ഞാൻ ചിക്കൻ പൊരിക്കണപ്പോൾ ചിക്കൻ പൊരിച്ചാണ് കേട്ടോ കൂട്ടിയത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉപ്മാവും ഇതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണിയുടെ ആ ഒരു പിന്നെ ഒരു മെയിൻ ഐറ്റംസ് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക ഒക്കെ ചെയ്യാം. എന്തൊക്കെ ചെയ്യാനുള്ള അതൊക്കെ അങ്ങോട്ട് ചെയ്യാം, അത്ര തന്നെ. വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്തൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ പൊരിച്ചതും മസാലയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് നമ്മളെടുത്ത്. പിന്നെ ഇനി അടുത്ത റൈസിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ ഇട്ടിക്കണ ചേരുവകൾ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് ഒക്കെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. നമ്മളെ വീഡിയോ ഒക്കെ എവിടെ ഇരുന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് അറിയാനാണ് എവിടെയൊക്കെ ഉള്ളവർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എവിടെ നിന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സ്ഥലത്തുള്ളവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടോ, പിന്നെ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് അവരൊക്കെ കാണുന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ. പിന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക. അതിന് ആരെയും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യം. നമുക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുക. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മൾ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാനാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവരും എന്നല്ല പറയണേ, കുറച്ച് പേരൊക്കെ. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് സാലറി കിട്ടാനല്ല. നമ്മൾ പഠിച്ച് ഇത്രയും വലുതായി ഇപ്പോൾ ഇത്ര ഒരു ജോബിലൊക്കെ കയറി, ഇപ്പോൾ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, വേറെ എന്ത് ജോലി ചെയ്യണവരായാലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഫ്രീ ആയിട്ടൊരു ജോലി എടുക്കില്ലല്ലോ. നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ശമ്പളം നമ്മൾ മേടിക്കുന്നില്ല. നമ്മളെ വീട്ടുകാർക്കായാലും നമ്മുടെ കാര്യങ്ങൾ നടത്താനാണ്, നമ്മളെ ഫാമിലിക്കായാലും ഒക്കെ വേണ്ടി നമ്മൾ ജീവിക്കാൻ വേണ്ടിയല്ല നമ്മളിപ്പോൾ ശമ്പളമായാലും നമ്മൾ വാങ്ങുന്ന ശമ്പളം മേടിക്കാതെ ഏതെങ്കിലും ജോലി നമ്മൾ ചെയ്യുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ നന്നായി കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊരു വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക അത്രയല്ല. ഇതിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് നമ്മൾ വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള ഭാഗങ്ങളെ കട്ട് ചെയ്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒന്നും വെറുതെ നമുക്ക് ഒരു കാശും തരില്ല. യൂട്യൂബാണെന്ന് കരുതി മേലെ ഇറങ്ങാതെ എടുക്കുന്ന ഒരു പണിയല്ലേ, അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. നമ്മളെ ചാനലിൽ ഇപ്പോൾ വ്ളോഗേഴ്സ് ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അവർക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിന് കഷ്ടപ്പാട് എഫേർട്ടൊക്കെ എടുക്കണമെന്ന് അവർക്കായാലും മനസ്സിലാവും. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുക, അല്ലാതെ ആരെയും ഇതിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കരുത്. ഓക്കെ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കി. ആദ്യം മോനിക്കാണ് കൊടുത്തപ്പോൾ അവനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും കഴിച്ചു നോക്കി, നല്ല സൂപ്പറാണ്. ഇനി നമ്മൾ റെസിപ്പിയിലോട്ട് കിടക്കാം.
നമ്മളെ വീട്ടിലെല്ലായിടത്തും കിട്ടുന്ന ഒരു വയസ്സ് തൊട്ടിട്ട് നമ്മൾ 6 മാസം മുതൽ 3 വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അമൃതപ്പൊടി. ഇത് ഒരുവിധം ചില കുട്ടികൾ കഴിക്കില്ല, ചില കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ വെറുതെ നമ്മൾ പ്ലേറ്റിൽ ഇട്ട് കൊടുത്താൽ തന്നെ തിന്നുകൊണ്ട് നടക്കും. കാരണം പച്ചപ്പൊടി ആയാലും തിന്നാൻ വലിയ കുഴപ്പമൊന്നുമില്ല, അത് നല്ല വറുത്ത പൊടി പോലത്തെ പൊടിയാണ്. അങ്ങനെ വെറുതെ തിന്നെന്ന് വെച്ചിട്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നും വരാൻ പോണില്ല. നല്ല ഇത് വെച്ചിട്ട് ആരും അങ്ങനെ അധികം ചിലവരായിട്ട് ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയുള്ളൂ, ചിലവരൊന്നും ഉണ്ടാക്കില്ല. അപ്പം ഞങ്ങളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എപ്പോഴും ഉണ്ടാക്കൽ തുടങ്ങിയിട്ടത് 3 വയസ്സുള്ള വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രി മിക്സാണ് കേട്ടോ, നമ്മൾ അമൃതപ്പൊടി എന്ന് പറയും. അപ്പോൾ അതിക്ക് വേണ്ട എന്തൊക്കെയാണ് ഇതായിട്ട് ഞാൻ പൂരം വറുത്തെന്നാണ് കേട്ടോ. അങ്ങനെ പൂരം വറുത്ത് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ പൂരം വറുത്ത് എന്ന് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പേര് പറയുമോയെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ, വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പേര് പറയുമോ എന്നുള്ളത് എനിക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ തേങ്ങയാണ് കേട്ടോ. നമ്മൾ ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തേങ്ങ കൂടുന്തോറും ടേസ്റ്റ് കൂടും. നമ്മൾ ഒരു പാക്കറ്റ് അമൃതപ്പൊടിക്കും ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തേങ്ങ കൂടുതൽ എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുള്ളൂ. നമ്മൾ ക്വാണ്ടിറ്റി കൂടുന്തോറും സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും കൂട്ടിയാൽ മതി. നമ്മൾ 2 പാക്കറ്റ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഡബിളായിട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. നമ്മളിപ്പോൾ ഒരു പാക്കറ്റിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. ചെറിയുള്ളിയാണ് കേട്ടോ, കൊച്ചുള്ളി. അപ്പോൾ ആ ചെറിയുള്ളി നമ്മൾ ജസ്റ്റ് ചെറുതാക്കി അരിഞ്ഞ്, പിന്നെ കരിഞ്ജീരകത്തിന് പകരം നമുക്ക് എള്ളുണ്ടെങ്കിൽ എള്ളി ചേർക്കാം, അല്ലെങ്കിൽ കരിഞ്ജീരം, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അപ്പോൾ ഒരു പാക്കറ്റിലേക്ക് നമ്മൾ 2 മുട്ടയാണ് എടുക്കുക. 2 or 3 മുട്ട വേണമെങ്കിൽ എടുക്കാം. ഇനി 2 പാക്കറ്റ് ആണെങ്കിൽ ഒരു 4 മുട്ടൊക്കെ ആയിട്ട് 4-5 മുട്ട ആയിട്ട് 2 പാക്കറ്റിലേക്ക് എടുക്കാം. ഇതിപ്പോൾ ഒരു പാക്കറ്റിൻ്റെ ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ 2 പാക്കറ്റൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടി കൊടുത്താൽ മതി. സംഭവം നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കി വന്നാൽ. നമ്മൾ ഒരു പാക്കറ്റ് നമ്മളിലേക്ക് പൊട്ടിച്ചിട്ട് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മിക്സിങ് ആണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം, നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അമൃതപ്പൊടിയൊന്നും തിന്നാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇവിടെ മോനും അമൃതപ്പൊടിയൊന്നും അങ്ങനെ തിന്നിരുന്നില്ല. ഇപ്പോൾ ഇതുണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിങ്ങനെ നമ്മളൊരു പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ അതിങ്ങനെ വാരി തിന്നോളൂ കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഉണ്ടാക്കാൻ വേണ്ടി തോന്നിക്കും. അപ്പോൾ നമ്മൾ ആ ചിരകി വെച്ച തേങ്ങയിലേക്ക് മിക്സ് ആക്കാം. നമ്മളിപ്പോൾ എല്ലാ ഐറ്റംസും ഇതിൽ ഒന്നിച്ചിട്ട് മിക്സ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മിക്സിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ കിടക്കുന്നത്. പൂരം വറുത്തത് നമ്മൾ പുഴുങ്ങല്ലരി അങ്ങനെ എന്തോ വെച്ച് ചെയ്യും, അതെന്ത് വെച്ചിട്ടാണെന്ന് എനിക്കറിയില്ല, എന്തോ വെച്ച് ചെയ്യും. പക്ഷെ അതിനേക്കാളൊക്കെ പണിയും കുറവ്, ടേസ്റ്റും കൂടുതലായിട്ട് തോന്നാറുണ്ട്. ഇത് അധികം പണിയില്ല, മറ്റേതാകുമ്പോൾ കുറച്ച് കൂടുതൽ പണിയുണ്ട്. പിന്നെ ഏതായാലും നമ്മൾ അമൃതപ്പൊടിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കട്ടെ. നമ്മൾ പുറത്ത് തന്നെ കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാം, നമുക്ക് ഗൾഫിലോട്ടും അങ്ങനെ എങ്ങടെയൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മുട്ട അധികം പൊട്ടിച്ച് വെച്ച്, അതുപോലെ ചെറിയുള്ളിയും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരാളെ കൈ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം മോനാണ് ഏതാന്ന് വന്ന് നോക്കാൻ വന്നതാണ്. അപ്പോൾ ചെറിയുള്ളി, കരിഞ്ജീരകം, കോഴിമുട്ട, ഉപ്പ് നമ്മൾ ഇടാൻ മറന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാട്ടിട്ട് ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ട്, അത് ഇടുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ കൂടി നമ്മൾ സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യരുതിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെന്നുള്ളൂ. നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ കട്ട പോലെ എടുക്കുന്നത് അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം, അങ്ങനെ നമ്മൾ മിക്സ് ആക്കിയേക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് ഉള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊടിയാണ് ഇട്ടത്. നമ്മൾ ഒരു നുള്ളുപ്പ് ചേർത്തിട്ട്, കാരണം നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇതിൽ വേറെ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല ശരിക്കും, കാരണം നല്ല മധുരമുള്ള പൊടിയാണ് ഇത് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് വേണമെങ്കിൽ കഴിക്കാം, ഞാൻ ലാസ്റ്റ് കാണിക്കട്ടെ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് വെച്ചപ്പോൾ എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കാരണം ആദ്യം കാണിച്ച ഇതും ഇപ്പോൾ കാണിക്കുന്നതും തമ്മിലുള്ള നല്ല ഡിഫറൻറ്റ് ഉണ്ട്. മിക്സ് ചെയ്തൊക്കെ ഒക്കെ നല്ല തരിയായിട്ട് വന്നിട്ടുണ്ട്. ആ മിക്സിങ്ങിലാണ് അതിൻ്റെ എല്ലാം ഇരിക്കണത് എന്ന് തന്നെ പറയാം. ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എങ്ങനെ ഉണ്ട് ഇല്ലേ എന്നൊക്കെ. ഇനി ഇതുണ്ടാക്കുന്നവരാണെങ്കിൽ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കില്ല, അത് വേറെ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കുമോ അറിയില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇപ്പോൾ അത് നല്ല ഫൈനായിട്ട് നല്ല കൈ കൊണ്ട് തിരുമ്മിയിട്ട് നല്ല ഫൈൻ പൊടിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ ആ ചട്ടിയിലോട്ട് ഇട്ട് നന്നായി വറുക്കാനായിട്ട് ചെയ്യണത്. നല്ല അങ്ങനെ ഒരു തരം
ക്രിസ്പി ആയിട്ട് ഒരു നല്ല ഇങ്ങനെ അങ്ങനെ ഈ പച്ച ഒരു നമ്മൾ കോഴിമുട്ടൊക്കെ പൊട്ടിച്ച് ഒഴിച്ചതല്ല, അപ്പോൾ അതിൻ്റെ ഒരു വെള്ളം നനവ് പോലെയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വരട്ടെ. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു ചട്ടിയിലൊക്കെ വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ അങ്ങനെ നല്ല പോലെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക. കാരണം വേഗം അടി പിടിക്കും. ഒരിക്കലും നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കാതിരിക്കരുത്. വേഗം ആവണം എന്ന് വിചാരിച്ചിട്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കും, പക്ഷേ ഇളക്കൽ നിർത്താൻ പാടില്ല. വേഗം അടി പിടിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ തേങ്ങയൊക്കെയാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്, തേങ്ങയും പിന്നെ ഈ പൊടിയാണെങ്കിലും എന്താണ് വേഗം ഇങ്ങനത്തെ പൊടി ഐറ്റംസൊക്കെ നമ്മൾ വറക്കുമ്പോൾ വേഗം അടി പിടിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കയറി നോക്കി നോക്കട്ടോ. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടും കൂടെ വേണം നമുക്കിനി മുന്നോട്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ. നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് ചെയ്യാൻ പറ്റുക. നമ്മളെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിപ്പോൾ 1 എത്ര അയക്കണം, എത്രയാണെന്ന് ഓർമ്മയില്ല. എന്നിട്ട് 1K സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരു അരമണിക്കൂർ എന്ന് തന്നെ പറയാം. അരമണിക്കൂറോളം ഇത് ഇളക്കി കൊടുത്തിട്ട് നല്ല എന്താണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ട് വരും കേട്ടോ. നല്ലൊരു തരം ക്രിസ്പി, നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അങ്ങനെ ഒരു സൗണ്ട് വരുമല്ലോ, അങ്ങനെ ഒരു ക്രിസ്പി, നമ്മൾ അരിമണിയൊക്കെ വറക്കൂലേ അതേപോലത്തെ ക്രിസ്പി ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കുന്നത് പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കുക. കാരണം ഈ പൊടി മധുരം ഉണ്ട്, നമ്മൾ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല. വേണ്ടവർക്കാണെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിക്കാം. ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കാറ്. ചിലർ ചായ ഒഴിച്ച് പഞ്ചസാര ഒഴിച്ച് ചായ ഒഴിച്ചിട്ടൊക്കെ കഴിക്കും. പലരും പല ടൈപ്പിൽ കഴിക്കും. പിന്നെ തേങ്ങ ചെറിയത് മേലിട്ട് പഞ്ചസാരയൊക്കെ നേരിട്ട് കഴിക്കും. പലതിനും പല ടേസ്റ്റാണ്. തേങ്ങ ഒക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് പറയണം. പിന്നെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. നമ്മൾ വീഡിയോ അധികം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോഴാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ മോർണിംഗ് ആണ് നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അമൃതപ്പൊടി കഴിക്കാത്തതാണ് കേട്ടോ. അമൃതപ്പൊടിയാണെന്ന് പോലും ആൾക്കറിയില്ല, അങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട് അവൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ, അടിപൊളി സൂപ്പറാണ്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സൗണ്ട് വന്നപ്പോൾ ഞാൻ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വിചാരിച്ചിട്ട് കട്ടാക്കിയതാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്ക്. സൂപ്പറാണ്, അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ചെറിയ കുട്ടികൾക്കായാലും വലിയ കുട്ടികൾക്കായാലും ഒക്കെ ഇഷ്ടപ്പെടും. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമുക്ക് അമൃതപ്പൊടി അംഗൻവാടിയിൽ നിന്ന് കിട്ടുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വെറുതെ ഉപയോഗിക്കാതെ വേസ്റ്റ് ചെയ്യണേക്കാട്ടും നല്ലത് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പാക്കറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി നമുക്ക് എടുത്ത് വെക്കട്ടെ. അപ്പം നമുക്ക് ചായക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി കുടിക്കാം, അല്ല എടുത്തിട്ട് കഴിക്കട്ടെ. അങ്ങനെ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുന്നുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ